ഒരു കാര്യം ചെയ്യട്ടെ, നമ്മൾ ഫ്യൂൽ പമ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാഹനത്തിൽ എയർ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ടയറിൽ എത്രയാണ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് അറിയുണ്ടാവോ? ഇല്ല, അറിയില്ല. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട്, അത് പലർക്കും അറിയാത്ത കാര്യമാണ്. നമ്മൾ ഒട്ടുമിക്ക വാഹനത്തിലെയും നമ്മുടെ എയർ പ്രഷർ എത്ര മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് നമ്മുടെ വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ അത് ഒട്ടിച്ചിട്ടുണ്ടാവും, ഒരു സ്റ്റിക്കർ രൂപത്തിൽ ഒട്ടിച്ചിട്ടുണ്ടാവും. ഈ ഒരു ടാറ്റ ടിയാഗോയിൽ ടയർ പ്രഷർ ഫ്രണ്ടിൽ 33 റിയറിൽ 30 ഓൾറെഡി വാഹനത്തിന് ഇറങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ സ്റ്റിക്കറായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക വാഹനം എത്രയാണ് എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വാഹനത്തിൽ തന്നെ കാണിക്കും. അതനുസരിച്ച് മാത്രം നിങ്ങൾ വാഹനം എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. എനിവേ ഒരു അടിപൊളി ടാറ്റ ടിയാഗോ, അതേപോലെ ഒരു അൾട്ടോ, അതേപോലെ ഒരു കൊറോള അൾട്ടിസ്, 3 വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമ്മൾ വീട്ടിലാണുള്ളത്. വീടിൻ്റെ വർക്ക് പെയിൻറ്റിങ് നമ്മൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സീൻ കണ്ടിട്ട് പെയിൻറ്റിങ്ങിനായിട്ടുണ്ട്. അങ്ങനെ പെയിൻറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. 2019 മോഡൽ നിൽക്കുന്ന ടാറ്റ ടിയാഗോ എക്സറ്റ് എന്ന ഏറ്റവും ടോപ്പിൻ്റെ പേരിൽ നിൽക്കുന്ന KEL 11 കാലിക്കറ്റ് രജിസ്ട്രേഷൻ നിൽക്കുന്ന പെട്രോൾ എഞ്ചിൻ നിൽക്കുന്ന വാഹനം. സെക്കൻഡ് ഓൺഷിപ്പിൽ 68,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനം. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നിൽക്കുന്ന ഫിറ്റിംഗ്സും ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം എക്സറ്റ് എന്ന പേരിൻ്റെ തന്നെ കമ്പനിനെ കൊടുക്കുന്ന വാഹനം. സ്വന്തമാക്കാം 4,20,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് 4 രൂപയ്ക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. ഒരു 2012 മോഡൽ നിൽക്കുന്ന സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന അൾട്ടോ അടക്കുന്നു. അതും KEL 10 ആണെന്ന് ഓർമ്മ. KEL 18 വടകര രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം. 1,15,000 രൂപയ്ക്ക് 2012 മോഡൽ LX എന്ന അൾട്ടോ സ്വന്തമാക്കാം. അതേപോലെ തന്നെ ഒരു കൊറോള അൾട്ടിസ് KEL 31 മാവേലിക്കരക്കാരൻ വാഹനം കിടക്കുന്നു. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റിയാണ്. ആ ഒരു സീറ്റ് കവറും അതേപോലെ തന്നെ ക്വാളിറ്റി അല്ല, മീൻസ് ആ ഒരു അന്നത്തെ 2010 കാലങ്ങളിൽ ഏറ്റവും ഫീച്ചേഴ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, എയർ ബാഗ് ഉണ്ട്, ABS ഉണ്ട്, ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം ഒരു പക്ക പ്രീമിയം ലെവലിൽ നിൽക്കുന്ന വാഹനം. ഡോർ പാഡിൻ്റെ ഒക്കെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗങ്ങളും ഏറ്റവും കാര്യങ്ങളെല്ലാം പക്ക നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പുതിയ പേപ്പർ വാലിഡിറ്റിയിൽ നിൽക്കുന്ന വാഹനം. അൾട്ടിസ് G എന്ന വേരിയൻ്റാണ് വരുന്നത്. ഓട്ടോമാറ്റിക് AC അതേപോലെ വുഡൻ്റെ ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ആ ഒരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ബാക്ക് സീറ്റൊക്കെ അത്യാവശ്യം നല്ല ലോങ് ഡ്രൈവിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് കൊറോള അൾട്ടിസ്. പെട്രോൾ എഞ്ചിൻ ഏകദേശം ഒരു 13 റേഞ്ചിൽ നമുക്ക് മൈലേജും എക്സ്പെക്ട് ചെയ്യാവുന്ന വാഹനം. ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒരേപോലെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള 2030 വരെ പേപ്പർ വാലിഡിറ്റിയിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 2,70,75,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് ഒരു 1.5 ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ 2-3 വാഹനങ്ങൾ പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തത്, ഒരു കൊറോള അൾട്ടിസ്, ഒരു അൾട്ടോ, ഒരു ടാറ്റ ടിയാഗോ. സേഫ്റ്റിക്ക് മുൻഗണന കൊടുത്തുള്ള വാഹനം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ നേരെ ടാറ്റ ടിയാഗോ മാത്രം സ്വന്തമാക്കാം. ഹാഷ്ബാക്ക് സെഗ്മെന്റിൽ ഒരു 17 റേഞ്ചിൽ പെട്രോൾ മൈലേജ് ലഭിക്കുന്ന വാഹനമാണത്. അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽസും താഴെ കാണുന്ന നമ്പറിൽ മലപ്പുറം മക്കരോർമ്മ വെള്ളാട്ടൂർമ്മയുള്ള കാർല പെട്രോൾ ചോയ്സിൻ്റെ ഷോറൂം വിസിറ്റ് ചെയ്യാവുന്നതാണ്. വിളിച്ച് ഫോളോ മറന്നല്ലേ.